ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഈ വായനശാലയിലൂടെ നാടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണമെന്ന് കുറേ നാളുകളുണ്ട് വിചാരിക്കുകയായിരുന്നു. ഏകദേശം 50 വർഷമായി പ്രവർത്തിക്കുന്ന വായനശാലയാണിത്. സോ അത് നമ്മൾ പയ്യന്മാരൊന്ന് ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് അധികം നാളുകളൊന്നും ആയില്ല, ഒരു 3 വർഷമാണ് ആയത്. എല്ലാവരും കൂടി സഹകരിച്ച് പരിപാടി ചെയ്തതായിരുന്നു പുസ്തക വിതരണം. അതിലൂടെയാണ് നമ്മൾ ഈ വായനശാല പ്രവർത്തനമൊക്കെ തുടങ്ങിയത്. സോ ഗൈസ്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു വലിയ സന്തോഷം തന്നെയുണ്ട്. സോ നമ്മൾ ഇപ്പൊ കാണുന്ന ഈ വായനശാലയുടെ ഈ ബിൽഡിംഗ് ഒക്കെ ഈ ഒരു 3 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുത്തതാണ്. അതിനു വേണ്ടിയിട്ട് ക്ലബ് മെമ്പേഴ്സ് ഒരുപാട് പേര് ഇഷ്ടം പോലെ പ്രയത്നിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 120ഓളം ആക്റ്റീവ് മെമ്പേഴ്സ് ഉള്ള ഒരു ക്ലബ്ബാണിത്. സോ അതുകൊണ്ട് തന്നെ നാടിന് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായനശാല ബേസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇവിടെ നിന്നും എടുത്ത് തരല്ല കേട്ടാ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഘടനാ പരിപാടികൾക്ക് തുടങ്ങിയത്. സോ അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പരിപാടിയാണ് ഈ പുസ്തക വിതരണം. ആദ്യത്തെ വർഷം 50 പേർക്ക് മാത്രമാണ് പുസ്തക വിതരണം നടത്തിയത്. അത് രണ്ടാമത്തെ വർഷം ആയപ്പോഴത്തേക്കും 100ആയി. അങ്ങനെ ഈ മൂന്നാമത്തെ വർഷം 150 കുട്ടികൾ വരെ എത്തി നിൽക്കുകയാണ്. ഏകദേശം നമ്മൾ 2 മാസത്തോളം എടുത്തു ഇതൊക്കെ ഒന്ന് വലുതായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തേക്കാൾ വളരെയധികം എഫേർട്ട് ഇട്ടും വളരെയധികം കുട്ടികളെ ഉൾക്കൊള്ളിച്ചുമാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ വായനശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസ് സ്പേസ്. നമ്മൾ എല്ലാ വർഷവും LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് പുസ്തക വിതരണം നടത്തുന്നത്. ബുക്ക് തൊട്ട് കളറിംഗ് ബുക്കും കളറിംഗ് കിറ്റും ജിയോമെട്രി ബോക്സും അടക്കം കാണും. പിന്നെ ആരും പോലെ കേട്ടോ. അക്ബർ എടാ അഭിനു റബ്ബർ ആയി ഇവിടെ നിർത്തടാ. 3 4 5 6 7 8 എടാ ആ കോമഡിയുടെ സ്പെല്ലിംഗ് മാറിക്കടാ. മറ്റേ കിറ്റ് എടുത്ത് തട്ടിയിരുന്നു. ബോക്സ് ഡോണ്ട് ചെയ്യുന്ന 65 എന്നോ 65. ഈ കാണുന്ന ട്രോഫിയൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്. ഈ പുസ്തക വിതരണത്തിന് കൂടെ തന്നെ നമ്മൾ വായനശാല ബേസ് ചെയ്ത് ഒരുപാട് ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ വിന്നേഴ്സിനൊക്കെ കൊടുക്കുന്ന ട്രോഫികളാണ് ഇതൊക്കെ. അങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ച് തലേ ദിവസം പരിപാടി ചേർത്ത് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ്. സോ ഇനി ബാക്കി വീഡിയോസ് കാണാം. ഇങ്ങോട്ട് വേണോ? ആദ്യം കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് നമ്മൾ ഔട്ട്ഡോർ ഇവിടെ വെച്ചാണ് നമ്മൾ പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം പരിപാടി ഇൻഡോറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മൾ വായനശാല തൊട്ടടുത്തുള്ള വീട്ടിലേക്കാണ് നമ്മൾ പരിപാടിയെല്ലാം ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങോട്ടേക്ക് പോകാം. ദുആ കാണുന്നതാണ് നമ്മുടെ വായനശാല. അങ്ങനെ സാധനങ്ങളൊക്കെ പയ്യെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്. പിന്നെ മഴ തോരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു.
ഉപ്പോളം തരാനാ ഉപ്പോളോ ഇങ്ങോട്ട് വാ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്ക എന്നാലും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ പൊക്കടാ എടുക്കാൻ പറ്റിയൊന്നുമില്ല പോടെ. പിന്നെ മാച്ച് അടിക്കണം ആദ്യം ഈ മേശ വർക്കിട്. ആ സെറ്റ് മതിയായിരുന്നു. ആ സെറ്റ് അല്ല ഇവ എന്തെന്നാ എന്താ പറയണത്? ഈ സെറ്റ് കേട്ടാ, ഈ സെറ്റ് ഇപ്പൊ തുടങ്ങും. ഈ വർഷത്തെ എന്തരായാലും നെറ്റിപ്പട്ടം കൊണ്ട് വെച്ചിരിക്കും. കല്യാണം കഴിഞ്ഞവർക്കാണ് എന്തര അവരെ തറവാടിൽ വർഷം എന്തര ആഘോഷം. എടാ എത്തൂല അവനെ എടുക്കാൻ പറ്റാത്തവരാണ് നോക്കാനായിട്ട് പിടി. അത് ഇങ്ങോട്ട് ചെരിക്കണം. ഇതൊക്കെ അഭിലാഷം ഒറ്റയ്ക്ക് ഉണ്ടോ? ജിമ്മിൽ പോണന്റെ ഗുണം ഇവന്റെ ജോലി ഇഷ്ടപ്പെട്ടപ്പോ അറബി പറഞ്ഞു വിട്ടതാണ്. ഒരു സാധനം നമ്മൾ വയ്ക്കുന്നത് എട്ടോ അത്യാവശ്യ സാധനം അനിയന്നെ അടുത്ത് ചോദിച്ചാൽ അറിയാം. അത് മാറണ്ട അപ്പൊ പിന്നെ മോഹൻലാൽ പിടിക്കും. അഭി മോളിൽ നിന്ന് പിടിക്കുന്നു. ഗൈസ് അങ്ങനെ 3-4 മണിക്കൂറത്തെ എഫേർട്ടിന് ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാം ഷിഫ്റ്റ് ചെയ്തു. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന പരിപാടിയാണ് അടുത്തത്. ഇതിനെ പേരയ്ക്ക് വാങ്ങിയെന്നു പേരിട്ട് എണി 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 എങ്ങോട്ട് ചെയ്യൂല. നിങ്ങളൊന്നും ഇരിക്കൂല ഇതിനകത്ത്. ഇതെന്തിനാ ഇവിടെ ചെയ്യണേ? ഒരു ഹൈറ്റ് നല്ലൊരു കാണുമ്പോൾ ബ്രസീല് എല്ലാത്തിലും ഉണ്ടാ.
ഇത് 35 പേര് ഇരിക്കും. 35 ദിവസം എത്ര പേര് ഇരിക്കാന്ന് പറഞ്ഞിട്ട് സെന്റിപ്പിന് കിട്ടും. അവിടെ കാസേ അങ്ങനെ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പരിപാടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ പരിപാടി കുളമാവോന്ന് വരെ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം മഴയൊക്കെ പിടിച്ചാകെ അലങ്കോലപ്പെട്ട അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മൾ പേടിച്ച പോലെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. കറക്റ്റ് സമയത്തിന് തന്നെ എല്ലാവരും എത്തിച്ചേർന്നു. നമ്മളെ ക്ലബ് മെമ്പേഴ്സ് പോലെ തന്നെ നമ്മളെ പരിപാടി ഇത്രയും വിജയകരമായി മാറി തീർക്കാൻ ഒരു കാരണം കൂടെയാണ്. ട്രിവാൻഡ്രം കഴക്കൂട്ടം ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സൃഷ്ടി എന്ന കമ്പനി, അവരുടെ ഒരുപാട് സപ്പോർട്ടും നമ്മളെ ഈ പ്രവർത്തനത്തിന് കൂടെ ഉണ്ടായിരുന്നു. സോ അവർക്കും ഈ അവസരത്തിൽ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. പിന്നെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ നിൽക്കണോണ്ട് പിന്നെ നമ്മൾ ഒട്ടും താമസിച്ചില്ല, പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് കടന്നു. ശാല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കാലയളവിലൊക്കെ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥി ശാക്തീകരണത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ഗ്രന്ഥശാലയുടെ പ്രവർത്തന മേഖല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ ഗ്രന്ഥശാല കേന്ദ്രീകരിച്ചത്. ഈ അധ്യയന വർഷം ആകുമ്പോഴത്തേക്കും അത് ഏകദേശം 150ഓളം പേരിലേക്ക് ഈ പരിപാടി എത്തിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പരിപാടി ആദരണീയരായ ഈ ഇഷ്ട വ്യക്തികളുടെയൊക്കെ സാന്നിധ്യത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുന്നത് വളരെ സന്തോഷവും അതിലേറെ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അറിഞ്ഞു കഴിഞ്ഞ് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. എന്നതാണ് ഒരു കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മുടെ പാകിസ്ഥാനൊക്കെ ആയിട്ട് നമ്മൾ കൂടെ കുട്ടികളും ഈ മൈനയുടെ കൂടെ നടന്ന് ആശ്രമത്തിന്റെ വെളിയിൽ അങ്ങ് പോയി. ആശ്രമത്തിന്റെ വെളിയിൽ പഠനോപകരണത്തിലോട്ട് നമുക്ക് പോവാം. എട്ടോളം ഗ്രന്ഥശാല ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തിയത് നമ്മളെ PY ഗ്രന്ഥശാലയാണ്. അതിൽ നമ്മൾ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി 1ാം സ്ഥാനം നേടിത്തന്ന ശ്രീമതി രാജുവിനെ ഈ വേദിയിലേക്ക് വലിയൊരു കയ്യോടുകൂടി തന്നെ നമ്മൾ ക്ഷണിക്കേണ്ടതാണ്. ബഹുമതി നൽകുന്നതിലേക്ക് ശ്രീസറിനെ ക്ഷണിക്കുകയാണ്. നമ്മൾ നല്ല കൈയ്യടി കൊടുക്കേണ്ടതാണ്. അവർ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകാൻ പോകുന്നത്. കാര്യം ഒരു നാടും അടുത്തത്
ആദ്യത്തിൽ വിനായക് അതായത് ആ പുസ്തക വിതരണമൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളുമായിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ആ പരിപാടി വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ സാധനങ്ങളൊക്കെ തിരിച്ച് വായനശാലയിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന പരിപാടിയാണ് ഇത്. ഞാനോട് പറഞ്ഞോ ഇവിടല്ലേ പിള്ളേരെ ചെന്ന് പിടിയടാ. അങ്ങനെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ പരിപാടി ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ബൈ ടാറ്റ.